സുഖവും ദുഃഖവും. പദസ്പൂരിലൊരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. അയാൾക്ക് രണ്ട് ഭാര്യമാർക്കും ഓരോ പുത്രിമാരുണ്ടായി, സുഖുവെന്നും ദുഃഖുവെന്നും. നെയ്ത്തുകാരന് സുഖുവിനോടും അമ്മയോടുമായിരുന്നു മമത. അതുകൊണ്ടവർക്ക് പരമസുഖമായിരുന്നു. വീട്ടുവേലകളെല്ലാം ദുഃഖവും അമ്മയും കൂടി ചെയ്തേ മതിയാകും. അവർ നെയ്യും, അടുക്കളപ്പണി ചെയ്യും, പാത്രം മോറും, തുണി അലക്കും, ഒടുവിൽ എല്ലാവർക്കും വെച്ചു വിളമ്പി ശേഷിക്കുന്നതും കഴിച്ച് തളർന്നുറങ്ങും. അവരുടെ ക്ഷമ ചില്ലറയായിരുന്നില്ലെന്നു ചുരുക്കം. ഒരു ദിവസം പാതിരാക്ക് നെയ്ത്തുകാരൻ മരിച്ചു. ശവമടക്കലും തുടർന്നുള്ള പുലക്കൊല്ലുകളുമെല്ലാം കഴിഞ്ഞപ്പോൾ സുഖുവും അമ്മയും ദുഃഖുവിനെയും അമ്മയെയും പുറംതള്ളി. നെയ്ത്തുകാരന്റെ സമ്പാദ്യമെല്ലാം സുഖുവിന്റെ പങ്കിലായി. അവർ സമ്പന്നരായി ജീവിച്ചു തുടങ്ങി. രാഹുമീൻ കറി വെക്കാത്ത ദിവസമില്ല. നല്ല ഇനം പച്ചക്കറികൾ എന്നും വാങ്ങും. ദുഃഖവും അമ്മയും സന്ധ്യ വരെ നെയ്ത്തുണ്ടാക്കുന്ന തുണി വിറ്റ് കഴിഞ്ഞു. ഒരു തോർത്തു നെയ്യാനാകും ഒരു ദിവസം. അത് നിത്യചന്തയിലോ ആഴ്ച ചന്തയിലോ വിറ്റാൽ എന്ത് കിട്ടാനാണ്? ചോറോ എണ്ണയോ അവർ കണി കാണാറില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദുഃഖുവിന്റെ അമ്മ പഞ്ഞി ഉണങ്ങാനിട്ടിട്ട് കുളിക്കാൻ പോയി. ദുഃഖു, ഉണങ്ങാനിട്ട പഞ്ഞി നോക്കിക്കോണേ, അവർ മക്കളെ ഏൽപ്പിച്ചു. പക്ഷേ ആഞ്ഞു വീശിയ കാറ്റിൽ പഞ്ഞി മുഴുവൻ പറന്നുപോയി. ദുഃഖു എത്ര ശ്രമിച്ചിട്ടും ഒരു തരി പഞ്ഞി പോലും കിട്ടിയില്ല. ദുഃഖു വലിയ വായിൽ കരഞ്ഞു. ദുഃഖു, നീ കരയണ്ട, എൻ്റെ കൂടെ വരൂ, നിനക്കിഷ്ടം പോലെ പഞ്ഞി ഞാൻ തരാം. ശബ്ദം കേട്ട് ദുഃഖു നാലുപാടും നോക്കി. കാറ്റാണോ അത് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കാറ്റിന്റെ പിന്നാലെ നടന്നു. പോകുന്ന വഴിക്കൊരു പശു ചോദിച്ചു, കുട്ടി ഒന്ന് നിൽക്കൂ, എൻ്റെ തൊഴുത്തൊന്ന് അടിച്ചു വാരിയിട്ട് പോയാൽ മതി. അവൾ പശുത്തൊഴുത്ത് അടിച്ചു വാരി പശുവിന് പുല്ലും വെള്ളവും നൽകി വീണ്ടും നടന്നു. അല്പം കൂടി നടന്നപ്പോൾ ഒരു നേന്ത്രവാഴ ചോദിച്ചു, അല്ല ദുഃഖു, നീ എവിടേക്കാ? ഇത് കണ്ടോ, ഞാൻ ആകെ ഈച്ചയും പൂച്ചയും പൊതിഞ്ഞു നിൽക്കുന്നത്, ഒന്ന് വൃത്തിയാക്കി തരില്ലേ? അവൾ വാഴ വൃത്തിയാക്കി തടമെടുത്ത് വെള്ളവുമൊഴിച്ചിട്ട് പോയി. കുട്ടി, എൻ്റെ ചുവട്ടിൽ കൂടിക്കിടക്കുന്ന കരിയില ഒന്ന് തൂത്തുകളഞ്ഞിട്ട് പോകില്ലേ? ദുഃഖുവിനോടൊരു സിയാര മരമാണ് ചോദിച്ചത്. അവൾ അതും ചെയ്തു കൊടുത്തു. പിന്നൊരു കുതിരയാണ് ദുഃഖുവിന്റെ സഹായം ചോദിച്ചത്. കുറച്ച് പുല്ല് തരാമോ? അവൾ കുതിരക്ക് പുല്ല് കൊടുത്തു. നടന്ന് നടന്ന് ഒടുവിൽ അവൾ ഒരു വെട്ടിത്തിളങ്ങുന്ന കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിന്റെ പൂമുഖത്തിരുന്ന് ഒരു വല്യമ്മ നൂൽ നൂൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരത്ഭുതം, നൂറ്റെടുക്കുന്ന നൂലെല്ലാം അപ്പാടെ ചേലയായി മാറുന്നുമുണ്ട്. ഈ വല്യമ്മ ആരാണെന്നറിയാമോ? ചന്ദ്രദേവന്റെ അമ്മ തന്നെ. നിർത്താതെ നൂൽ നൂൽക്കുന്നത് ആ അമ്മ മാത്രമല്ലേ? ദുഃഖു, അവരോട് ചെന്ന് പഞ്ഞി ചോദിക്കൂ, കാറ്റ് ദുഃഖുവിനോട് പറഞ്ഞു. ദുഃഖു അങ്ങോട്ട് നടന്നെടുത്തു. അവരുടെ മുമ്പിൽ ചെന്ന് കാൽ തൊട്ട് വന്ദിച്ചു. അതാണല്ലോ തലക്ക് മൂത്തവരെ കണ്ടാലുള്ള ആചാരം. മുത്തി, അമ്മ എന്നെ പഞ്ഞി ഉണക്കാൻ ഏൽപ്പിച്ചതാണ്. കാറ്റ് വന്ന് അതടിച്ചു പറത്തി. എനിക്ക് കുറച്ച് പഞ്ഞി തരാമോ? വെൺപെട്ടു പോലുള്ള നരച്ച മുടിയാൽ മുഖം പകുതിയും മറച്ചിരിക്കുന്ന മുത്തി കൈകൊണ്ട് മുടി നീക്കി മുഖമുയർത്തി ദുഃഖുവിനെ നോക്കി. ഓ, നീയാണോ? നന്നായി, വാ. ദാ ആ മുറി നോക്ക്, അവിടെ നിറയെ തോർത്തുകളുണ്ട്. മറ്റേ മുറിയിൽ കുറെ ചേലയുമുണ്ട്. പിന്നെ അടുത്ത മുറിയിൽ എണ്ണയുമുണ്ട്. ഇഷ്ടമുള്ളത്ര എടുത്തോ. എന്നിട്ട് അപ്പുറത്തുള്ള കുളത്തിൽ പോയി കുളിച്ചു വാ. പിന്നെ എന്തെങ്കിലും കഴിക്ക്. പോകാറാകുമ്പോൾ പഞ്ഞി തരാം. ദുഃഖു മുറികളിലേക്ക് കയറി. അമ്മോ, എന്തുമാത്രം തോർത്ത്! എത്ര തരം ചേലകൾ! എന്തെണ്ണം! അവൾ ചെറിയ ഒരു തോർത്തും ചെറിയൊരു ചേലയും തലക്ക് പൊത്താനുള്ള എണ്ണയും എടുത്ത് കുളിക്കാൻ പോയി. ഒന്നേ മുങ്ങിയുള്ളൂ. അവൾ വെളുത്തു കൊയ്ത്ത് അതിസുന്ദരിയായി കഴിഞ്ഞു. പിന്നത്തെ മുങ്ങിന് അവൾക്ക് വേണ്ട ആടയാഭരണങ്ങൾ കിട്ടി. ഇതൊന്നും അവൾ അറിഞ്ഞല്ല താനും. പക്ഷേ രണ്ടാമത്തെ മുങ്ങും കഴിഞ്ഞ് കരക്ക് കയറിയ ദുഃഖു അത്ഭുതപ്പെട്ടു പോയി. പിന്നെ അവൾ മുങ്ങിയില്ല. വേഗം തോർത്തി കരക്ക് കയറി. കൊട്ടാരത്തിലെത്തി തീമുറിയിൽ ചെന്നപ്പോൾ അതിലും വിചിത്രം. എന്തെല്ലാം തീറ്റ സാധനങ്ങൾ! അവളാകട്ടെ സാധാരണ കഴിക്കാറുള്ള അരി വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമായ പന്ത മാത്രം തിന്നു. തിരികെ മുത്തശ്ശിയുടെ മുമ്പിലെത്തി. ആ, നീ കുളിച്ചോ? വല്ലതും കഴിച്ചോ? എല്ലാം അറിഞ്ഞെങ്കിലും ഒന്നും അറിയാത്തവളെ പോലെ മുത്തി ചോദിച്ചു. എന്നാൽ ആ അറയിൽ കുറെ പെട്ടികളുണ്ട്, പഞ്ഞി നിറച്ചവ. നിനക്ക് വേണ്ടതെടുത്തോ. അവൾ അറയിൽ കയറി ചെറിയൊരു പെട്ടിയും എടുത്തു വന്നു. ഇനി പോയിക്കോ. അവൾ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങി.
തിരിച്ചു വരുമ്പോൾ കുതിരയും മരവും പശുവും വാഴയും അവൾക്ക് സമ്മാനങ്ങൾ നൽകി. അവൾ വീട്ടിലെത്തുമ്പോഴേക്ക് അമ്മ കുളി കഴിഞ്ഞ് വന്നുള്ളൂ. അമ്മേ, ഇതാ ഇതൊന്ന് തുറന്നു നോക്കിക്കേ, ദുഃഖു പറഞ്ഞു. നടന്നതെല്ലാം അവൾ അമ്മയോട് പറഞ്ഞു. അവർ ഒന്നിച്ച് സുഖുവിനെ ചെന്ന് കണ്ട് കഥകളൊക്കെ അവരോടും പറഞ്ഞു. പിന്നൊരു കാര്യം, ഈ സമ്പത്ത് പങ്കിടാം, പകുതി സുഖുവിനും പകുതി ദുഃഖുവിനും, ദുഃഖുവിന്റെ അമ്മ പറഞ്ഞു. പക്ഷേ കുശുംബിയും കെട്ടവളുമായ മറ്റമ്മയുണ്ടോ അത് കേൾക്കുന്നു. അതിന് ഞങ്ങൾ പിച്ചക്കാരാണോ? വേണ്ട വേണ്ട, കൊണ്ടുപോയിക്കോ, അവർ കയർത്തു. രാത്രിയിൽ ദുഃഖു ഒറ്റയ്ക്കിരിക്കെ ആ പെട്ടി തുറന്നു. കോമളനായ ഒരു ചെറുപ്പക്കാരൻ അതാ ഇറങ്ങി വരുന്നു. ഹായ് ദുഃഖു, ഞാൻ നിന്നെ വേളി കഴിക്കാം. അങ്ങനെ ഉടനെ തന്നെ അവർ വേളി കഴിച്ചു. ഗാന്ധർവ വിധി പ്രകാരം. കാമുകന്മാർ തനിച്ച് പൂമാലയിടുന്ന കല്യാണമാണേ ഗാന്ധർവം. അങ്ങനെ അവർ സുഖമായി കഴിഞ്ഞുകൂടി. ദുഃഖുവിന്റെ കഥ അവസാനിക്കുന്നിടത്ത് സുഖുവിന്റെ കഥ തുടങ്ങുകയാണ്. കുശുമ്പ് കൊണ്ട് ദുഃഖുവിനെ പ്രാക്കിക്കൊണ്ടിരുന്നു സുഖുവിന്റെ അമ്മ. സുഖുവിനെയും ദുഃഖുവിനെ പോലെ ഒന്നയച്ചാലെന്തെന്നായി അവരുടെ ആലോചന. അവൾ കുറെ പഞ്ഞി ഉണക്കാൻ ഇട്ടു. സുഖു, പഞ്ഞി നോക്കണേ എന്ന് പറഞ്ഞ് കുളിക്കാൻ പോയി. കാറ്റ് വന്ന് പഞ്ഞി അടിച്ചു പരത്തി. അവൾ കാറ്റിന്റെ പിന്നാലെ കൂടി. വഴിക്ക് വെച്ച് അവൾ പശുവിനെ കണ്ടു, കുതിരയെ കണ്ടു, വാഴയും മരവും കണ്ടു. പക്ഷെ അവ പറഞ്ഞതൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ആ കൊട്ടാരത്തിലേക്കാം. വഴിക്കു ചെടിവേല ചെയ്യാൻ എനിക്ക് വയ്യ, നേരവുമില്ല, അവൾ പറഞ്ഞു. ഒടുവിൽ ദുഃഖു ചെന്ന കൊട്ടാരത്തിൽ തന്നെ ചെന്നു. വല്യമ്മ എവിടെ? ഉമ്മറത്തുണ്ട്. ചെന്നപാടെ അവൾ, വല്യമ്മ, നിങ്ങൾ എന്തായി കാട്ടുന്നത്? എഴുന്നേൽക്ക്, ആ വൃത്തികെട്ട പെണ്ണിന് കൊടുത്തതൊക്കെ എനിക്കും താ എന്ന് പറഞ്ഞു. വല്യമ്മ അനങ്ങിയില്ല. ചീ മുതുക്കി, ഒന്ന് എണീക്ക്, തന്നില്ലെങ്കിൽ ഈ കൂടും കുടുക്കിയും ഞാൻ തല്ലിപ്പൊട്ടിക്കുമേ, സുഖു ആക്രോശിച്ചു. മുത്തശ്ശി മുഖമുയർത്തി. നീ പോയി കുളിച്ചു വാ, വന്ന് വല്ലതും കഴിക്ക്, ദുഃഖുവിനോടും പറഞ്ഞ മാതിരി പറഞ്ഞു. സുഖു ആകട്ടെ കേൾക്കാത്ത താമസം. ഏറെ തോർത്തും ഒരു കെട്ടു സാരിയും ഒരു കുടം എണ്ണയുമായി കുളത്തിലെത്തി. എണ്ണ ദേഹത്ത് കോരിയൊഴിച്ച് കുളത്തിലിറങ്ങി തുടിച്ചു കുളി തന്നെ നടത്തി. ബൂം 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 ബൂം. ഒറ്റ ശ്വാസത്തിനവൾ മുങ്ങിപ്പോയി. അയ്യോ, കണ്ണ് തുറന്നപ്പോഴില്ലേ ദേഹമാകെ കറുത്തു കരിവാളിച്ച് പുഴുക്കുത്തി പിടിച്ച് ചൊറി പിടഞ്ഞളിഞ്ഞ് അമ്പേ വൃത്തികേടായി കണ്ടു. അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് മുത്തിയെ കണ്ടു. അയ്യോ ഭാഗ്യദോഷി, ഇനി എന്തു ചെയ്യാൻ? വരേണ്ടതൊക്കെ വന്നു. പോയി വല്ലതും കഴിക്ക്, അമ്മൂമ്മ ഒരു വ്യത്യാസവുമില്ലാതെ പറഞ്ഞു. അവൾ തീൻമുറിയിൽ ചെന്നിട്ടോ പായസവും മധുര പലഹാരങ്ങളുമേ തിന്നുള്ളൂ. തിരികെ വന്ന് മുത്തിയോട് ചോദിച്ചു, വല്യമ്മേ, എനിക്ക് പഞ്ഞി തരുന്നോ ഇല്ലയോ? ആ മുറിയിൽ നിന്നെടുത്തോ. അവൾ അറയിൽ കയറി കണ്ടതിലേക്കും പെരുത്ത പെട്ടിയും താങ്ങി പടിയിലേക്ക് വന്നു. വഴിക്കാകട്ടെ കുറുക്കനും നായ്ക്കളും പൂച്ചകളും കുറുക്കു ചാടി. അവ സുഖുവിന്റെ രൂപം കണ്ട് ഭയപ്പെട്ടോടി. കുതിര പിൻകാലുകൊണ്ട് തൊഴിച്ചു. മരത്തിൽ നിന്നൊരു കൊമ്പൊടിഞ്ഞ് സുഖുവിന്റെ തലയിൽ വീണു. ഒരു പൊട്ടുകുല വാഴയിൽ നിന്നൊടിഞ്ഞു വീണു. പശു അവളെ കുത്തി വിരട്ടി. സുഖുവിന്റെ അമ്മ അവളെ എതിരേൽക്കാൻ വീടും ചുറ്റുപാടും അലങ്കരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അവർ വീട്ടുമുമ്പിൽ അൽപ്പന വരച്ചു വിളക്ക് കൊളുത്തി വെച്ചു. സുഖുവിനെ എതിരേൽക്കുമ്പോൾ മുഴക്കാൻ ഒരു ശംഖും കരുതി വെച്ചു. ഒടുവിൽ അവൾ വന്നു. അമ്പോ, എന്തൊരു രൂപം! അമ്മ ഞെട്ടിത്തെറിച്ചു. സുഖു വാവിട്ട് കരഞ്ഞു. എല്ലാം നടന്നു. ഇനി ഈ പെട്ടി മാത്രമാണ് രക്ഷ. രാത്രിയിൽ തുറന്നു നോക്കാം, തള്ള പറഞ്ഞു. നേരം ഇരുട്ടി. മാലയും കാതിലയും അണിഞ്ഞ് സുഖു ഉറങ്ങാൻ പോയി. മുറിയിൽ കയറി കതകുമടച്ചു. നേരം വളരെ പുലർന്നിട്ടും സുഖുവിന്റെ മുറി തുറന്നു കാണാത്ത അമ്മ ചെന്ന് കതകിന് മുട്ടി. ഒരു ശബ്ദം മാത്രം കേട്ടു. അവർ കതക് തള്ളി തുറന്നു. എന്തൊരു കാഴ്ച! സുഖുവിന്റെ എല്ലും തൊലിയും മുറിയിൽ ചിതറിക്കിടക്കുന്നു. വലിയൊരു കാളസർപ്പത്തിന്റെ പടവും ഒരു മൂലക്ക് കണ്ടു. സുഖുവിന്റെ അമ്മ ബോധമേറ്റ് നിലം പതിച്ചു. അങ്ങനെ സുഖുവിന്റെ അമ്മയുടെ കഥയും അവസാനിച്ചു.